ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഗാലക്സി M33 എന്ന സാംസങ് ഡിവൈസിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 6.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് സാംസങ് ഈ ഒരു ഡിവൈസിന് നൽകിയിട്ടുള്ളത്. ഡിസ്പ്ലേ എന്തായാലും ഒരു TFT ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ടെങ്കിലും ഒരു TFT പാനലാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത് എന്ന് ചെറിയൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് എടുത്ത് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ് ഡിവൈസിൽ വരുന്നത്. അതായത് ഒരു വാച്ച് ഡ്രോപ്പ് നോച്ച് ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണിൽ ഒരു പഞ്ചോൾ കട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നി. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ സാംസങ്ങിൻ്റെ Exynos 1280 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഒരു 5nm ചിപ്സെറ്റാണ്, 5G കേപ്പബിൾ ആണ്. ഒപ്പം ഏകദേശം 12ഓളം 5G ബാൻഡ്സും ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ ഭാഗത്ത് അത്ര വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ Android 12 ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള OS ആണ്. One UI 4.1 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. ബിൽഡ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിവൈസിൽ ഒരു പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് നൽകിയിട്ടുള്ളത്. എങ്കിലും മുന്നേ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. റിയർ സൈഡിലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസ് ഏകദേശം 215 ഗ്രാംസാണ് ബോഡി വെയിറ്റ് വരുന്നത്. അത്യാവശ്യം വെയിറ്റുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഗാലക്സി M33. LPDDR4X റാമാണ് ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈസ് 2 വേരിയൻസിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ബേസ് വേരിയൻറ്റ് 6GB റാം ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. ആൻഡ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 8GB റാം ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഡിവൈസിൽ വരുന്നത്. ഇനി ഡിവൈസിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. ഒരു സ്ക്വയറിഷ് ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി സെൻസർ 50 മെഗാപിക്സലാണ്, f1.8 അപ്പർച്ചർ. ഒപ്പം 5 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട് വിത്ത് 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആൻഡ് 2 മെഗാപിക്സൽ മാക്രോ പ്ലസ് 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ. ഇങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 4K വീഡിയോസ് 30 FPS റിയർ ക്യാം വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 8 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ്. ഒരു വാച്ച് ഡ്രോപ്പ് നോച്ചിലാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഗാലക്സി M33. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിന് അത്യാവശ്യം ബോഡി വെയിറ്റ് ഉണ്ട്. ഏകദേശം 215 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ചാർജർ ലഭിക്കുന്നില്ല. ചാർജർ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഗാലക്സി M33 എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈസിൻ്റെ ബേസ് വേരിയൻ്റ് ഏകദേശം 19,000 രൂപയാണ്. ഇൻട്രൊഡക്ടറി ആയിട്ട് ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് വേരിയൻ്റ് ഏകദേശം 18,000 രൂപയ്ക്കും അതുപോലെ തന്നെ ടോപ്പ് വേരിയൻ്റ് ഏകദേശം 20,000 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഡിവൈസിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് April 8-നാണ്. ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ 2 കളർ വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഗാലക്സി M33 എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സും പ്രൈസും കാര്യങ്ങളൊക്കെ. ഡിവൈസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.